ഫുട്ബോൾ എന്നാൽ കേവലം ഒരു കളി മാത്രമല്ല, അത് മനുഷ്യഹൃദയങ്ങളുടെ ആഴമേറിയ വികാരങ്ങളുടെയും കണ്ണീരിൻ്റെയും വിയർപ്പിൻ്റെയും അതിരുകളില്ലാത്ത സ്വപ്നങ്ങളുടെയും ഒരു മഹാസംഗമമാണ്. ലോകകപ്പിൻ്റെ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ഫ്രാൻസ് എന്ന വൻമരവും പരാഗ്വേ എന്ന വിപ്ലവ വീര്യവും നേർക്കുനേർ വരുമ്പോൾ കാൽപന്ത് കളിയെ പ്രണയിക്കുന്ന കോടിക്കണക്കിന് ഹൃദയങ്ങളാണ് ഒരേ താളത്തിൽ മിടിക്കുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ 250-ാം വാർഷികം ആഘോഷിക്കുന്ന ഫിലാഡൽഫിയയിലെ കത്തുന്ന ചൂടിലേക്ക് ഈ രണ്ടു ടീമുകളും ഇറങ്ങുമ്പോൾ അത് വെറുമൊരു മത്സരമായി മാറുന്നില്ല, മറിച്ച് ലോക കിരീടം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് അജയ്യരായി കുതിക്കുന്ന ഒരു സാമ്രാജ്യവും തങ്ങളുടെ ചരിത്രവും അസ്തിത്വവും കാത്തുസൂക്ഷിക്കാൻ ചോര ഒഴുക്കാൻ മടിക്കാത്ത ഒരു കൂട്ടം പോരാളികളും തമ്മിലുള്ള വികാരനിർഭരമായ ഒരു യുദ്ധമായി അത് മാറുകയാണ്. പണക്കൊഴുപ്പും പ്രശസ്തിയും ഒരു വശത്തും കഠിനാധ്വാനവും തളരാത്ത നെഞ്ചുറപ്പും മറുവശത്തുമായി നിൽക്കുന്ന ഈ നിമിഷം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വൈകാരികമായ അധ്യായങ്ങളിൽ ഒന്നാണ്. തുടർച്ചയായ 3-ാം ലോകകപ്പ് ഫൈനൽ എന്ന ചരിത്ര നേട്ടത്തിലേക്ക് കണ്ണട്ടു നിൽക്കുന്ന ഫ്രഞ്ച് പടയുടെ ആത്മവിശ്വാസം വാനോളമാണ്. കഴിഞ്ഞ മത്സരങ്ങളിൽ സ്വീഡനെയും ഇറാഖിനെയും തകർത്തു തരിപ്പണമാക്കി ഈ ടൂർണമെൻറ്റിൽ ഇതിനകം തന്നെ 13 ഗോളുകൾ അടിച്ചുകൂട്ടിയ ഫ്രാൻസ് ഒരു വലിയ വിജയയന്ത്രം പോലെയാണ് ചലിക്കുന്നത്. അവരുടെ നായകൻ കിലിയൻ എംബാപ്പെ ചരിത്രത്തിൻ്റെ താളുകളിൽ തൻ്റെ പേര് വീണ്ടും വീണ്ടും എഴുതി ചേർക്കുകയാണ്. മെസ്സിയുടെ റെക്കോർഡുകളിലേക്ക് തൊട്ടരികിലെത്തി നിൽക്കുന്ന ആ 27-കാരൻ്റെ കാലുകളിൽ ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷകളുണ്ട്. മിഷേൽ ഒലീസയുടെയും ബ്രാഡ്ലി ബാർക്കോളയുടെയും തകർപ്പൻ ഫോം ഫ്രാൻസിന് അജയ്യമായ കരുത്ത് നൽകുമ്പോൾ പരിശീലകൻ ഡിഡിയർ ദെഷാംസ് തൻ്റെ അവസാന ടൂർണമെൻ്റ് ഒരു വൻ വിജയത്തോടെ അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഫ്രഞ്ച് പതാകയുടെ നീലയും വെളുപ്പും ചുവപ്പും നിറങ്ങൾ നെഞ്ചിലേറ്റിയ ഓരോ ആരാധകനും തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾ വിജയത്തിലേക്ക് നടന്നു കയറുന്നത് കാണാൻ പ്രാർത്ഥനകളോടെ കാത്തിരിക്കുകയാണ്. എന്നാൽ ഈ ഫ്രഞ്ച് അശ്വമേധത്തെ തടഞ്ഞു നിർത്താൻ സാക്ഷാൽ ജർമ്മനിയെപ്പോലും പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തകർത്തെറിഞ്ഞ പരാഗ്വേ എന്ന കൊച്ചു രാജ്യം വരുമ്പോൾ കളിയുടെ വികാരം മാറുകയാണ്. ടൂർണമെൻറ്റിൻ്റെ തുടക്കത്തിൽ അമേരിക്കയോട് 1-4 ഗോളുകൾക്ക് തകർന്നു പോയപ്പോൾ ലോകം അവരെ പരിഹസിച്ചു തള്ളിയിരുന്നു. എന്നാൽ അവിടെ നിന്ന് ഫീനിക്സ് പക്ഷിയെപ്പോലെ അവർ ഉയർത്തെഴുന്നേറ്റു. ജർമ്മനിക്കെതിരെ ഗോൾ നേടി രാജ്യത്തെ മുഴുവൻ ആനന്ദ കണ്ണീരിലാഴ്ത്തിയ ജൂലിയോ എൻസിസിയോ പോലെയുള്ള യുവതാരങ്ങൾ ഇന്ന് പരാഗ്വേയിലെ ജനങ്ങൾക്ക് കേവലം കളിക്കാരല്ല, മറിച്ച് തങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളോട് പോരാടാൻ കരുത്തു നൽകുന്ന പ്രതീകങ്ങളാണ്. ജർമ്മനിയെ തോൽപ്പിച്ചപ്പോൾ രാജ്യത്ത് പ്രഖ്യാപിച്ച പൊതു അവധി അവരുടെ ജനങ്ങൾക്ക് ഈ കളി എത്രത്തോളം ജീവനാണ് എന്ന് തെളിയിക്കുന്നു. ഫ്രാൻസിനെ പോലൊരു അതിശക്തരായ എതിരാളികളെ നേരിടുമ്പോൾ തങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നും നേടാൻ ഒരു ലോകമുണ്ടെന്നുമുള്ള ചിന്തയാണ് ആ കളിക്കാരുടെ കണ്ണുകളിൽ കാണാൻ സാധിക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾ ബൂട്ടുകെട്ടി മൈതാനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ പരാഗ്വേയിലെ തെരുവുകളിലുള്ള ദരിദ്രരായ ജനങ്ങളുടെ പ്രതീക്ഷകൾ കൂടിയാണ് ആ പച്ചപ്പുല്ലിൽ ഓടി നടക്കുന്നത്. ഫുട്ബോൾ അവർക്ക് വെറുമൊരു വിനോദമല്ല, തങ്ങളുടെ ദാരിദ്ര്യത്തിനും സങ്കടങ്ങൾക്കുമിടയിൽ നെഞ്ചിലേറ്റാൻ കഴിയുന്ന ഏക സന്തോഷമാണ്. യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളിൽ കോടികൾ പ്രതിഫലം വാങ്ങുന്ന സൂപ്പർ താരങ്ങളെ നേരിടാൻ പരാഗ്വേയുടെ കളിക്കാർ ഇറങ്ങുന്നത് സ്വന്തം രാജ്യത്തിൻ്റെ അഭിമാനവും കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനകളും ഹൃദയത്തിൽ ചുമന്നുകൊണ്ടാണ്. 98-ലെ ലോകകപ്പിൽ ഇതേ ദശാംശ് ക്യാപ്റ്റനായിരുന്ന ഫ്രാൻസിനോട് എക്സ്ട്രാ ടൈമിൽ തോറ്റുപോയതിൻ്റെ ആ പഴയ മുറിവ് ഉണക്കാനും ചരിത്രത്തിൽ രണ്ടാമതൊരു ക്വാർട്ടർ ഫൈനൽ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനും അവർ തങ്ങളുടെ പരമാവധി ശ്രമിക്കും. കളിയിലുടനീളം ഫ്രാൻസിന് മുൻതൂക്കം ഉണ്ടായേക്കാം, പക്ഷേ പരാഗ്വേയുടെ ഓരോ തടയലിലും ഓരോ മുന്നേറ്റത്തിലും അവരുടെ ചോരയും നീരും കണ്ണീരും അടങ്ങിയിട്ടുണ്ടാകാം. ഈ മത്സരം സമ്മാനിക്കാൻ പോകുന്നത് കളിയിലെ വെറും 90 മിനിറ്റുകളല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ ഓർത്തു വയ്ക്കാനുള്ള വികാരനിർഭരമായ നിമിഷങ്ങളാണ്. ഫിലാഡൽഫിയയിലെ കടുത്ത ചൂടും വരാൻ പോകുന്ന കൊടുങ്കാറ്റുകളും കളിക്കാരെ ശാരീരികമായി തളർത്തിയേക്കാം, എന്നാൽ മാനസികമായി അവർ തങ്ങളുടെ രാജ്യത്തിനായി കനൽ പോലെ ജ്വലിച്ച് നിൽക്കുക തന്നെ ചെയ്യും. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ഒരു വശത്ത് ചരിത്രപരമായ വിജയത്തിൻ്റെ സന്തോഷ കണ്ണീരും മറുവശത്ത് സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞതിൻ്റെ സങ്കട കണ്ണീരും ഉണ്ടാകും. തോറ്റുപോകുന്നവർക്ക് ഈ ലോകകപ്പ് യാത്ര ഇവിടെ അവസാനിക്കുമെങ്കിലും അവർ മൈതാനത്ത് ഉപേക്ഷിച്ചു പോകുന്ന വിയർപ്പും പോരാട്ട വീര്യവും ആരാധകരുടെ മനസ്സിൽ കാലങ്ങളോളം ജീവിക്കും. ഈ രാത്രിയിൽ ഫുട്ബോൾ എന്ന വികാരം അതിൻ്റെ എല്ലാ ഭാവങ്ങളോടും കൂടി ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തെളിയുമെന്ന് ഉറപ്പായ കാര്യമാണ്. പ്രീ ക്വാർട്ടർ വേദിയിൽ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ കാനഡയും മൊറോക്കോയും നേർക്കുനേർ വരുമ്പോൾ കാൽപന്ത് ലോകം സാക്ഷ്യം വയ്ക്കുന്നത് അത്തരമൊരു വൈകാരിക മുഹൂർത്തത്തിനാണ്. ആധുനിക ഫുട്ബോളിലെ അതിശക്തരും ലോക റാങ്കിങ്ങിൽ 6-ാം സ്ഥാനത്തുള്ളവരുമായ മൊറോക്കോ എന്ന ഭീമന് മുന്നിൽ 30-ാം സ്ഥാനത്തുള്ള കാനഡ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മത്സരത്തിനാണ് ബൂട്ട് കെട്ടുന്നത്. ഇത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള കളിയല്ല, മറിച്ച് ഫുട്ബോൾ ഭൂപടത്തിൽ സ്വന്തം രാജ്യത്തിൻ്റെ മേൽവിലാസം മാറ്റിയെഴുതാൻ ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടം മനുഷ്യരുടെ ജീവൻ മരണ പോരാട്ടമാണ്. മൊറോക്കോ എന്ന ടീമിന് ഫുട്ബോളിൽ നിലവിൽ ബലഹീനതകൾ ഇല്ലെന്ന് കാനഡയുടെ കോച്ച് ജെസ്സി മാർഷ് തന്നെ സമ്മതിക്കുമ്പോൾ ആ എതിരാളിയുടെ കരുത്ത് എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാകും.
കഴിഞ്ഞ ഖത്തർ ലോകകപ്പിലെ സെമി ഫൈനലിസ്റ്റുകളും ആഫ്രിക്കൻ കപ്പിലെ ഫൈനലിസ്റ്റുകളുമായ മൊറോക്കോ സാങ്കേതികമായും തന്ത്രപരമായും കാനഡയേക്കാൾ ഏറെ മുന്നിലാണ്. 4 വർഷം മുൻപ് ഖത്തറിൽ വെച്ച് നേർക്കുനേർ വന്നപ്പോൾ 1-നെതിരെ 2 ഗോളുകൾക്ക് മൊറോക്കോ കാനഡയെ തോൽപ്പിച്ചിരുന്നു. അന്ന് വഴങ്ങിയ ഏക ഗോൾ പോലും മൊറോക്കോയുടെ സ്വന്തം കളിക്കാരൻ്റെ പിഴവിൽ നിന്നായിരുന്നു പിറന്നത്. ആ മത്സരത്തിൽ പങ്കെടുത്ത കാനഡയുടെ 13 കളിക്കാരുടെ ഉള്ളിൽ ആ തോൽവിയുടെ ഓർമ്മകൾ ഇന്നും വിട്ടുമാറാത്ത ഒരു വേദനയെ അവശേഷിക്കുന്നുണ്ട്. മൊറോക്കൻ ആരാധകരുടെ ആർപ്പുവിളികളും സ്റ്റേഡിയത്തിലെ ആ അന്തരീക്ഷവും കനഡിയൻ താരങ്ങൾക്ക് നൽകുന്ന സമ്മർദ്ദം ചെറുതല്ല. ഹോളണ്ടിനെ പോലൊരു വൻ ശക്തിയെ തകർത്തെറിഞ്ഞ് ക്വാർട്ടറിലേക്ക് കണ്ണുവെച്ച് വരുന്ന മൊറോക്കോയുടെ ആത്മവിശ്വാസത്തിന് മുന്നിൽ കാനഡയ്ക്ക് ഉയർത്താനുള്ളത് തങ്ങളുടെ തളരാത്ത മനോവീര്യം മാത്രമാണ്. എന്നാൽ ചരിത്രം എപ്പോഴും പ്രിയപ്പെട്ടതാകുന്നത് ഡേവിഡും ഗോലിയത്തും തമ്മിലുള്ള പോരാട്ടങ്ങളിലാണ്. ഇറ്റലിയെ പോലൊരു വമ്പന്മാർക്ക് യോഗ്യത പോലും കിട്ടാത്ത ഈ ലോകകപ്പിൽ ഉറുഗ്വേ, ജർമ്മനി, ക്രൊയേഷ്യ, നെതർലാൻഡ്സ് തുടങ്ങിയ ഫുട്ബോൾ ഭീമന്മാരെയൊക്കെ പിന്നിലാക്കിയാണ് കാനഡ ഈ പ്രീ ക്വാർട്ടർ വേദിയിലേക്ക് നടന്നു കയറിയത്. തങ്ങളുടെ രാജ്യത്തിൻ്റെ ഫുട്ബോൾ ചരിത്രത്തിൽ ഇതിനകം തന്നെ സുവർണ അധ്യായങ്ങൾ എടുത്തു ചേർത്ത കാനഡയ്ക്ക് ഇനി മുന്നോട്ടുള്ള ഓരോ നിമിഷവും ബോണസ് പോയിൻ്റാണ്. തോറ്റാൽ പോലും തങ്ങൾ മികച്ച പ്രകടനം നടത്തിയാണ് മടങ്ങുന്നത് എന്ന് പറഞ്ഞ് അവർക്ക് ആശ്വസിക്കാം. എന്നാൽ അത്തരമൊരു ചിന്ത തങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറി വിജയം നേടാനുള്ള അവസരം നഷ്ടപ്പെടുത്തുമെന്നും ഈ കളിക്കാർക്ക് നന്നായി അറിയാം. ഭയമില്ലാതെ കളിക്കുക എന്നതും അതേസമയം അതീവ ജാഗ്രത പുലർത്തുക എന്നതും തമ്മിലുള്ള ആ നേർത്ത നൂൽപാലത്തിലൂടെയാണ് കാനഡയ്ക്ക് ഇന്ന് സഞ്ചരിക്കേണ്ടത്. ഈ മത്സരത്തിന് ശേഷം കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ സ്വന്തം മനസ്സാക്ഷിയോട് താൻ കളിക്കളത്തിൽ സർവസ്വവും സമർപ്പിച്ചു എന്ന് പറയാൻ കഴിയണം എന്നാണ് കാനഡയുടെ പ്രതിരോധ താരം അലിസ്റ്റർ ജോൺസ്റ്റൺ വ്യക്തമാക്കിയത്. തങ്ങളുടെ തനതായ ശൈലിയിൽ ഒത്തൊരുമയോടെ കളിച്ചാൽ ലോകത്തിലെ ഏത് വമ്പന്മാരെയും തങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ക്യാപ്റ്റൻ അൽഫോൺസോ ഡേവിസിനും സംഘത്തിനുമുണ്ട്. അതേസമയം കളിക്കളത്തിൽ ഒരാൾക്ക് പോലും ശ്രദ്ധ പിഴച്ചാൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന യാഥാർത്ഥ്യവും അവർ മറക്കുന്നില്ല. ലോകകപ്പിൻ്റെ പ്രീ ക്വാർട്ടർ എന്നത് തികച്ചും വ്യത്യസ്തമായൊരു ലോകമാണ്. അവിടെ മുൻകാല ചരിത്രങ്ങൾക്കോ റാങ്കിങ്ങുകൾക്കോ സ്ഥാനമില്ല. ആ 90 മിനിറ്റുകളിൽ ആരാണോ നെഞ്ചുറപ്പോടെ പൊരുതുന്നത് അവരാണ് വിജയിക്കുക. ശനിയാഴ്ചത്തെ മത്സരത്തിൽ കാനഡ മൊറോക്കോയ്ക്ക് മുന്നിൽ പൊരുതി വീണാൽ പോലും അത് സ്വാഭാവികമായ ഒരു അന്ത്യമായി ലോകം വിലയിരുത്തിയേക്കാം. വർഷങ്ങൾക്ക് ശേഷം ഈ കളിക്കാർക്ക് തങ്ങൾ തോറ്റത് തങ്ങളെക്കാൾ മികച്ചൊരു ടീമിനോടാണ് എന്ന് പറഞ്ഞ് സ്വയം ന്യായീകരിക്കാനും സാധിച്ചേക്കാം. എന്നാൽ ഒരു കായിക താരവും മൈതാനത്തേക്ക് ഇറങ്ങുന്നത് തോൽവിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടല്ല. ഇന്ന് രാത്രി അവർ സ്വപ്നം കാണേണ്ടത് ഈ മത്സരത്തിൽ വിജയിച്ചാൽ ലോകം തങ്ങളെ എങ്ങനെ നോക്കിക്കാണും എന്നതിനെക്കുറിച്ചാണ്. കാനഡയിലെ ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികൾക്കും ആരാധകർക്കും ഫുട്ബോൾ ഒരു വികാരമായി മാറണമെങ്കിൽ ഈ ഗോലിയത്തിനെ അവർക്ക് വീഴ്ത്തിയേ തീരൂ. വിയർപ്പും കണ്ണീരും പ്രാർത്ഥനകളും നിറഞ്ഞ ഈ രാത്രി കനത്ത ചൂടുള്ള ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഒരു പുതിയ ചരിത്രപ്പിറവിക്കായി കാതോർക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.